ഭാരതം ലോകത്തിനു മുന്നിൽ വെച്ച ഏറ്റവും വലിയ സാമ്പത്തിക വിപ്ലവം ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ അഥവാ IMEC. ആഗോള വ്യാപാരത്തിന്റെ ഗതി മാറ്റുമെന്ന് നമ്മൾ കരുതിയ സ്യൂയസ് കനാലിന് ഒരു പകരക്കാരനായി കണ്ട ഈ പദ്ധതി ഇപ്പോൾ എവിടെ നിൽക്കുന്നു? ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഈ ഒരു വലിയ ചോദ്യത്തിലേക്കാണ് ഇന്ന് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഹെസ്ബുള്ളയും ഇറാനും ഒക്കെ തമ്മിൽ നടക്കുന്ന ഈ കടുത്ത യുദ്ധങ്ങൾക്കിടയിൽ ഈ ഇടനാഴിക്ക് അതിജീവിക്കാൻ സാധിക്കുമോ? ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ച 10 ദിവസത്തെ വെടിനിർത്തൽ ഈ പദ്ധതിക്ക് ജീവശ്വാസം നൽകുമോ? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു വ്യാപാര പദ്ധതിയല്ല, മറിച്ച് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് അതായത് BRIക്ക് നൽകിയ മാസ് മറുപടിയാണ്. ആ മറുപടി ഇപ്പോൾ എവിടെ എത്തിയെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പദ്ധതി എന്താണ് എന്നത് സിമ്പിളായിട്ട് നോക്കാം. ഒപ്പം എന്തുകൊണ്ടാണ് ഇത് ഇന്ത്യക്ക് നിർണായകമാകുന്നത് എന്നും പരിശോധിക്കാം. ഇന്ത്യയിൽ നിന്നും UAE, സൗദി അറേബ്യ, ജോർദൻ, ഇസ്രായേൽ വഴി യൂറോപ്പിലേക്ക് എത്തുന്ന ഒരു വമ്പൻ ട്രേഡ് റൂട്ടാണിത്. കപ്പൽ മാർഗവും ട്രെയിൻ മാർഗവും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു മൾട്ടി മോഡൽ കണക്ടിവിറ്റി. ഇന്ന് നിലവിലുള്ള സ്യൂയസ് കനാൽ റൂട്ടിനേക്കാൾ 40% വേഗത്തിൽ ചരക്കുകൾ യൂറോപ്പിലെത്തിക്കാൻ ഇതിലൂടെ സാധിക്കും. അതായത് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ ചിലവിൽ യൂറോപ്യൻ മാർക്കറ്റിൽ എത്തും. പക്ഷേ ഇവിടെയാണ് വിധി വിളയാടിയത്. G20 ഉച്ചകോടിയിൽ ഈ പദ്ധതി പ്രഖ്യാപിച്ച മാസങ്ങൾക്കകം തന്നെ പശ്ചിമേഷ്യയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഇപ്പോൾ 2026 എത്തി നിൽക്കുമ്പോഴും ആ തീപ്പൊരി ആറി തണുത്തിട്ടില്ല. IMEC കടന്നുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷൻ ഇസ്രായേലിലെ ഹൈഫ തുറമുഖമാണ്. അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള ഈ തുറമുഖം പദ്ധതിയുടെ ഹൃദയമാണ്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായിട്ട് ഹൈഫയും വടക്കൻ ഇസ്രായേലും ഹിസ്ബുള്ളയുടെ റോക്കറ്റ് പരിധിയിലാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലും ലെബനനും തമ്മിൽ ഒരു 10 ദിവസത്തെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഇത് താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു ആശ്വാസം തന്നെയാണ്. എന്നാൽ ഈ 10 ദിവസം കൊണ്ട് വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ കഴിയുമോ? അതാണ് ചോദ്യം. ഇല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കപ്പെടാതെ ഈ ഇടനാഴിയിലെ റെയിൽവേ ലിങ്കുകൾ പൂർത്തിയാകില്ല. ഇനി മറ്റൊരു വലിയ ഭീഷണി ചെങ്കടലിലെ റെഡ് സീയിലെ ഹൂതി വിമതരുടെ ആക്രമണമാണ്. IMEC വഴി ചരക്ക് അയക്കണമെങ്കിൽ കടൽ മാർഗം സുരക്ഷിതമാകണം. എന്നാൽ ഇറാൻ അനുകൂല ഹൂതികൾ ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കുന്നത് തുടരുകയാണ്. ഇത് ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിപ്പിക്കുകയും കപ്പലുകൾ ആഫ്രിക്ക വഴി ചുറ്റിപ്പോകേണ്ട സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികൾ പോലും ഈ വഴിയിലൂടെ പോകാൻ പേടിക്കുന്നു. IMECയുടെ പ്രധാന ലക്ഷ്യം തന്നെ സമയം ലാഭിക്കുക എന്നതായിരുന്നു. എന്നാൽ യുദ്ധം കാരണം കപ്പലുകൾ വഴിതിരിച്ചു വിടേണ്ടി വരുന്നത് പദ്ധതിയുടെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യുന്നു. അടുത്തതായിട്ട് ജിയോ പൊളിറ്റിക്കൽ ഇമ്പാക്ട് നോക്കാം. അതായത് ചൈനയുടെ കളി. ചൈനയുടെ റോൾ. ഇന്ത്യയുടെ IMEC മുടങ്ങിക്കിടക്കുന്നത് ചൈനയ്ക്ക് വലിയൊരു ആശ്വാസമാണ്. അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് അതായത് BRI ഇത് ലോകമെമ്പാടും വേരോടിക്കുമ്പോൾ അതിനൊരു ബദൽ വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. പശ്ചിമേഷ്യയിലെ അസ്ഥിരത നീണ്ടുപോകുന്നത് ചൈനയ്ക്ക് ഗുണകരമാണ്. ഇതിനിടയിൽ ഇറാനും റഷ്യയും ചേർന്ന് ഇന്ത്യ വഴി യൂറോപ്പിലേക്ക് മറ്റൊരു റൂട്ട് INSTC ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ സജീവമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ 2 വഴികളും തുറന്നിടേണ്ടത് ആവശ്യമാണ്. പക്ഷേ നമ്മുടെ മുൻഗണന എന്നും IMECക്ക് തന്നെയായിരുന്നു. ഇനി 2026 ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടെ മിഡിൽ ഈസ്റ്റിൽ കാര്യങ്ങൾ മാറി മറിയുകയാണ്. ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന 10 ദിവസത്തെ വെടിനിർത്തൽ കേവലം ഒരു യുദ്ധവിരാമമല്ല, മറിച്ച് മുടങ്ങിക്കിടക്കുന്ന ഈ സാമ്പത്തിക പദ്ധതികൾ വീണ്ടും ട്രാക്കിലാക്കാനുള്ള ഒരു ഗൂഢതന്ത്രം കൂടിയാണ്. എബ്രഹാം ആക്കോർഡ്സ് വഴി അറബ് രാജ്യങ്ങളെയും ഇസ്രായേലിനെയും ഒരുമിപ്പിച്ച ട്രംപിന് മാത്രമേ ഈ പദ്ധതി ഇനി പൂർത്തിയാക്കാൻ കഴിയൂവെന്ന് പലരും വിശ്വസിക്കുന്നു. പക്ഷേ ഇറാനെ കൂട്ടുപിടിക്കാതെ ഈ മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ഇവിടെ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ പരിശോധിക്കാം. ഇന്ത്യൻ എക്സ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്ന ചില പ്രധാന പോയിന്റുകൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് സാമ്പത്തിക ആഘാതമാണ്. യുദ്ധം കാരണം നിക്ഷേപകർക്ക് ആത്മവിശ്വാസം കുറയുന്നുണ്ട്. ശതകോടിക്കണക്കിന് ഡോളർ ചിലവഴിക്കേണ്ട ഈ പദ്ധതിയിൽ സ്വകാര്യ നിക്ഷേപം വരണമെങ്കിൽ മേഖല ശാന്തമാകണം. അടുത്തത് പണപ്പെരുപ്പമാണ്. ഇന്ധനവില വർധനവ് ചരക്ക് നീക്കത്തെ ബാധിക്കുന്നു. മൂന്നാമതായിട്ട് അറബ് രാജ്യങ്ങളുടെ നിലപാടാണ്. പലസ്തീൻ വിഷയം പരിഹരിക്കപ്പെടാതെ ഇസ്രായേലുമായി പരസ്യമായി കൈകോർക്കാൻ സൗദി അറേബ്യയ്ക്കും UAEക്കും ഇപ്പോൾ പരിമിതികളുണ്ട്. മുസ്ലിം ലോകത്തെ വികാരം ഇവർക്ക് എതിരാകാൻ സാധ്യതയുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പശ്ചിമേഷ്യയിലെ സംഘർഷം 25 ലക്ഷം ഇന്ത്യക്കാരെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുമെന്ന് UNDP മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ദാരിദ്ര്യത്തിന് ഒരു പ്രധാന കാരണം ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ തടസ്സപ്പെടുന്നതാണ്. IMEC പൂർത്തിയായാൽ അത് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. വെയർഹൌസിംഗ്, ലോജിസ്റ്റിക്സ്, ഷിപ്പിംഗ് മേഖലകളിൽ വിപ്ലവം സംഭവിക്കും. പക്ഷേ ആ സ്വപ്നങ്ങൾക്ക് ഇപ്പോൾ യുദ്ധത്തിന്റെ കരിനിഴൽ വീണിരിക്കുകയാണ്. IMEC ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ എന്നത് കേവലം ഒരു റോഡോ റെയിൽവേയോ അല്ല, അത് ഇന്ത്യയുടെ ആഗോള സ്വപ്നങ്ങളുടെ ഒരു പാലമാണ്. ആ പാലം പണിയാൻ തുടങ്ങുമ്പോഴേക്കും ചുറ്റും തീ പടരുകയാണ്.
2026 ഏപ്രിൽ 17 ഈ വെടിനിർത്തൽ ഒരു സ്ഥിരമായ സമാധാനത്തിലേക്ക് നയിക്കുമോ? അതോ 10 ദിവസം കഴിഞ്ഞ് വീണ്ടും മിസൈലുകൾ പറക്കുമോ? ഇതിനെ ആശ്രയിച്ചിരിക്കും IMACയുടെ ഭാവി. ഒരു വശത്ത് ചൈനയുടെ ഭീഷണിയും മറുവശത്ത് യുദ്ധവും. ഇന്ത്യയുടെ നയതന്ത്രജ്ഞർ ഒരു അഗ്നിപരീക്ഷയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പദ്ധതി പരാജയപ്പെട്ടാൽ അത് ആഗോള വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്വാധീനം കുറയ്ക്കാൻ കാരണമാകും. നമുക്ക് പ്രത്യാശിക്കാം, സമാധാനം പുലരട്ടെ, ഇന്ത്യയുടെ സ്വപ്നങ്ങൾ സഫലമാകട്ടെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.